ഓ ഹേയ് ഗൈസ് നമസ്കാരം. ഇപ്പം സമയം 6:30. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എത്തി. ഇന്ന് റെയിനൗട്ടായി. മഴ കാരണം ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അവരോട് വിട്ടുപോക്കോ മക്കളെ, സേഫ് അല്ല, ബി ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ എത്തി, ഒന്ന് കുളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. നമുക്കെന്നാ ഡോഡ്ജുമായിട്ട് പോയിട്ട് അതിൻ്റെ സ്പോയിലർ വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അജുവാട്ടിന് അവിടെ ഉണ്ട്. അവിടെ നീ വാ, എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും അത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, നോക്കാം. എടുക്കണം. അവിടെ വന്നിട്ടിരുന്നാ ഇല്ല നമുക്ക് ഇപ്പൊ എടുക്കണം. പച്ചക്ക് നിന്നാ പച്ചക്കാണ് ഇപ്പം യൂസ്ഡായി. ഓ ഭയങ്കര സൂചന. ഇത് രാവിലെ ഉണ്ടാക്കിയ സാധനം. അത് എന്തോ ലേറ്റായി. വെള്ളത്തിന് ഇല്ലായിട്ടില്ലല്ലോ കുടിക്കല്. ഞാൻ പ്രോട്ടീൻ്റെ കൂടെ ഇടുക. ഓ അത് ഇന്നലെ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ എടുത്താലും കയറിയാൽ മതിയല്ലേ. ഇത് ആദ്യമായിട്ടും ട്രൈ ആയിട്ടല്ലേ എടുത്തിന്? എന്നിട്ട് പിന്നെ എടുത്തിട്ടില്ല. ഞാൻ ആദ്യം ട്രൈ അല്ല, ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുടിച്ചു. വെള്ളത്തിലിട്ടാലും വിഷയം. എന്തോ സാധനം അത്. അത് പോവില്ല കട്ട പിടിച്ചിട്ടുണ്ട്. ഓ ഒട്ടക അച്ഛാ, എന്താന്ന് വ്ളോഗ് എടുക്കുന്നുണ്ടേ? ആ എന്തൊക്കെ പറയണ്ട. എന്താണ്? ഇത്രയും ദൂരല്ലേ, ജോലിയിലല്ലേ. ആ അത് ശരിയാ. നമ്മളൊന്നാ വണ്ടിന്റെ ആ ബാക്കിലത്തെ സ്പോയിലർ ഒന്ന് വെച്ചിട്ട്. ഇതെന്താ മാസാവുന്ന എന്റെ മോനെ ഷാഡോവാ. സ്പോയിലർ എടുക്ക്. അങ്ങനെ എടുത്താൽ മതി അല്ലേ? സ്ക്രാച്ച് ആവുക. ആ സ്ക്രൂ അടിച്ച് മറ്റേ പോലെ തന്നെ കയറ്റിയാൽ മതി. നല്ല ടൈപ്പാ. അല്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് മറ്റേ ഇത് വാങ്ങണം. 3M വാങ്ങണ്ട. ഇത് നല്ല, ഇത് അവര് തരുന്നല്ലേ. അതാണ് സംശയം. ഇല്ല, നല്ല റിവ്യൂ ഇല്ലതാ. ഇത് വെച്ചാ എങ്ങനെ ഉണ്ടാവും? രസമില്ലെങ്കിലും ഊരി മാറ്റുവാ. രസമില്ലെങ്കിലാ എനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു മാറ്റും. നമുക്ക് നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റണം കേട്ടാ. അത് മാറ്റാൻ മറ്റേ ഗൺ ഹോൾഡർ മതി. ഗൺ ഹോൾഡർ ഉണ്ടോ? അപ്പൊ അത് അവിടെ തന്നെ ചെയ്യാലേ. അമ്മേനോട് ഗരാജ് അടക്കണം. ലിപ്പ് ഊരിക്കാളെ വെക്കുന്ന വേറെ സാക്കാം. ഓ എന്റെ അമ്മ ഇത് അടുപ്പിച്ചിട്ട് അമ്മ എടുക്കുന്ന ഇപ്പൊ സ്കൂളിലിട്ട് വണ്ടി. നമുക്ക് അതിൽ കാറ്റ് അടിച്ചു കൊടുക്കണം. പേടിയാവും. കൊറേ നാളായി പൊട്ടിത്തെറിക്കുന്ന പറയുന്നത്. 29 ഇപ്പം 27 കൂടെ കൂടുന്നുണ്ട്. പിന്നെ ഇതിപ്പോ നോർമലായല്ലോ. പേടിച്ച് ഓടിക്കുന്നുണ്ട്. വണ്ടിയായിട്ട് കൂട്ടി കൊടുക്കുന്ന പേടിക്കണ്ട. സർവീസ് ടയർ പ്രഷർ സിസ്റ്റം അങ്ങനെ വരലില്ല സാധാരണ. കാറ്റ് കുറഞ്ഞാണ്ട് സർവീസ് ചെയ്യാനായ വണ്ടി. സർവീസ് കുറച്ചും കൂടി കൂടും. പുതിയ സ്റ്റിയറിംഗ് വീല് വാങ്ങണം. പുതിയ സ്റ്റിയറിംഗ് വീല് വാങ്ങണം. ഇത് കൊറേ പഴകില്ലേ. എടാ ഇവിടുത്തെ ഫുള്ള് സാധനം പെയിന്റ് എല്ലാം പോയി. നമുക്ക് 1 at a time മെല്ലെ നമ്മളെ പിന്നെ പ്രസിഡന്റ് ഗെയിമിൽ പണ്ടുണ്ടായ സ്റ്റിയറിംഗ് വീല് ഓർമ്മ. കിഡിലം പോലത്തെ സാധനം. കാർബൺ ഫൈബർ അങ്ങനത്തെ വാങ്ങണം. ആ വണ്ടിയിൽ ഏറ്റവും ബെസ്റ്റ് മോഡ് അതായിരുന്നു എന്റെ അഭിപ്രായത്തിൽ. പിന്നെ എനിക്ക് അതിന്റെ ടെർബോ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പോപ്പാക്കുന്ന ട്യൂൺ ചെയ്തു. റിഷോണ് ഷിയോണിലുണ്ടോ? റിഷോണ് ഷിയോണിൽ അവിടെ ഉണ്ടോ? എന്തോ പറയാൻ വേണ്ടി അതെ. ആരോ ഏതോ ഒരു പാട്ട് പാടാൻ പറഞ്ഞല്ലോ. എനിക്ക് മെസ്സേജ് വന്നു. എനിക്കിപ്പോ എത്രയാ മെസ്സേജ് വരുന്ന അറിയാ. മച്ചാനെ ആ ചിരി ഒന്ന് വോയിസ് ആയിട്ട് ഇടുന്നു. അതാ മോനെ ചിരി ഫാൻസ്. എടാ അതുപോലെയല്ലേ മറ്റേ എന്താ പറയാ വൈബ് എന്നില്ല സാധനം.
അജയ് വെറുതെ ഒരു ദിവസം ഇങ്ങനെ അജയന്റെ എല്ലാം ഉണ്ടാക്കുന്നത് വൈബ് എന്ന് പറയാൻ പറഞ്ഞേ അന്നേരം വൈബ് വെറുതെ അവൻ പറഞ്ഞ അവന്റെ ഫ്ലോയില് വന്നത്. അതെ, അത് ക്ലിക്കായി. അതുപോലെ നമുക്കുണ്ടാ പേടിയില്ലേ, നമുക്കുണ്ടാ പേടി നമ്മളെ അപ്പൂസ് പറഞ്ഞ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ എന്തോ അവനോട് പറഞ്ഞു, എടാ എന്ത് ഇത് ചെയ്യുന്ന പറഞ്ഞേ, നിനക്ക് പേടിയുണ്ടായി, നമ്മക്കുണ്ടാ പേടി. ഓൻ അങ്ങനെ പറഞ്ഞ സാധനം അത്. അതിപ്പം കുറെ ആൾക്കാർ പറയും നമുക്കുണ്ടാ പേടി പറയുമ്പോ ഒരു പ്രത്യേക ധൈര്യം വന്നു, ഒരു പ്രത്യേക ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. എന്തെല്ലാം അല്ലേ പിന്നെ എന്തെല്ലോ ഉണ്ട് ഗൈസ്. വേറെ ഇനി വരും വ്ളോഗുകളിൽ ഇനിയും കൂടും. അത് വേറെ ചെങ്ങായിന്റെ മറ്റേ കോമഡി അതൊരു പിന്നെ സ്പാനിഷ് ഒരു മെക്സിക്കനാണ്, ഒരു കണ്ടന്റ് ക്രിയേറ്ററാ. ഓനെന്താ വെച്ചാല് ഈ ആൾക്കാരുടെ അടുത്ത് പോയിട്ടില്ലേ, അവര് ചെവിയിൽ പോയിട്ട് എന്ന് പറയേ, അന്നേരം അവര് എന്താണ് ഇത് ചോദിക്കും, അവരുമായിട്ട് അടിയാവും. അങ്ങനത്തെ ഒരു പ്രാങ്ക് സാധനം. എനിക്ക് അങ്ങനെ ചെയ്യണമെന്നല്ല ആഗ്രഹമുണ്ട്, ഇങ്ങനെ സോഷ്യലായിട്ട് പ്രാങ്ക്. പക്ഷെ വെറുതെ എന്തിനാ അടി വാങ്ങുന്നു? ഇപ്പൊ സൊസൈറ്റി വെടിവെക്കും. പിന്നെ അതെന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം കണ്ടിന്യൂ ചെയ്താലേ അത് അങ്ങനെ കൊണ്ടുപോകണം. അത് വേണം. എന്റെ റീൽസ് എന്ന് വെച്ചാല് നിങ്ങള് തുടക്കത്തിൽ ചെയ്തതും ഇപ്പൊ ചെയ്യുന്ന വേറെ എന്തോ കണ്ടിട്ടാണ്. അതാണ് ഞാൻ എന്തെല്ലാം ചെയ്തറിയാം അതിന്റെ ഇടക്ക്. മിനി വ്ലോഗ് എഡിറ്റിംഗ് പഠിപ്പിച്ചു കൊടുത്തു, ഇടക്ക് എന്തൊക്കെയോ ചെയ്ത് പോയി. ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യും, ചെയ്യാൻ പറ്റും. നമ്മൾ റിവേഴ്സ് എടുത്തിട്ടാല് ശരിയാവില്ല. അങ്ങനെ ഉള്ളിൽ കയറ്റി വെച്ചാൽ ആദ്യം ആ വണ്ടികളെല്ലാം മാറ്റണം, വണ്ടികളൊക്കെ മാറ്റണം. ഇതേത് വണ്ടി? അല്ല നമ്മളെ പുതിയതാവും. ഇത് ഇങ്ങോട്ട് വന്നേ അല്ല, നൂറല്ലേ നൂറല്ലേ അവിടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി മാറ്റണോടാ. നിങ്ങളെ റീലാക്കിയത് കണ്ടില്ല ചെക്കൻ? ഇൻസ്റ്റാഗ്രാമില്ല. ഓ അതുവേട്ടൻ നോട്ട് കണ്ടന്റോ അത് കാണിക്കണം. നൈസ് സാധനം. ഇത് നിങ്ങളല്ലേ? ഓ യെസ്, ഇത് നടക്കണേ. ഞാൻ ഓർമ്മിച്ച് കൊണ്ടുവന്ന മറ്റേ സാധനം ഉണ്ടാ? ഇതൊന്നും അയക്കണ്ടല്ലോ. മറ്റേ സാധനം ഉണ്ടാ? അല്ല, ഇത് ഊരി എടുക്കാൻ ഇതിന്റെ അടിയിലിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഞാൻ യൂട്യൂബ് കണ്ട കൊറേ വീഡിയോ. നോക്കാം, നമുക്ക് നോക്കാം. ഏട്ടന് മറ്റേ സംഭവം ഉണ്ടാ അടിയിലിട്ടിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നേ? സ്ക്രൂ അല്ല, അല്ല അല്ല ഉറപ്പാ. ഞാൻ 5 വീഡിയോ കണ്ടു, മതിയില്ലേ? 5 ആളും പറ്റിക്കണം അല്ലേ? എനിക്കൊരു റീൽ എടുക്കണം സുപ്രനെ കൊണ്ട്, യുനോ. ഇത് മതി ട്രസ്റ്റ് എന്നെ എടുക്ക്. നിന്നെ എടുക്കാനാ? ഓക്കെ, നല്ല സാധനമുണ്ട്. ഒരു മയത്തിലെ മുകളിലോട്ടാ താഴോട്ടാ? എവിടെ ക്ലിപ്പ് എവിടെയാടാ? 4 എണ്ണം ഉണ്ട്. എവിടെയാന്നറിയാവാ? ഇവിടെ ആയിരിക്കും. ഇതുണ്ട് പശ ഉണ്ടോ? പശ ഉണ്ടെന്ന് തോന്നുന്നു. പശ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. പശ ഉണ്ടോ? പശ ഉണ്ടാവും. ഞാൻ 2 വീഡിയോയിൽ പശ കണ്ടത്. 5 എണ്ണത്തിൽ 2 എണ്ണത്തിൽ പശ ഉണ്ടല്ലേ? ക്ലിപ്പ് ഒരെണ്ണം കൂടി ഇതല്ലേ? ഇത് ഉപയോഗിച്ചാൽ മതില്ലേ? അതെന്തല്ലോ തോണ്ടാന്ന് പറയാ. ഇപ്പൊ അത് പൊട്ടി കയ്യില് വീഴേ. സ്ക്രാച്ച് ആണോ പെട്ടെന്ന്? ഓക്കെ, സ്ക്രാച്ച് ആയാലെന്താ? ഏതാ? കുഴപ്പമില്ലായിരുന്നു. പശ ഉണ്ടോ അതിന്റെ അത്? ഉണ്ടാ? അത് ക്ലീൻ ആക്കാലോ? ക്ലീൻ ആക്കാം, പക്ഷേ കണ്ട ക്ലീൻ ആക്കാനാ പാട്. പിന്നെ ചിക്കൻ വേണം, അതുകൊണ്ടായിരിക്കും പൊട്ടി വരാത്തത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വാങ്ങിയത് 1 പീസ് ഒറ്റ പീസ് സാധനമാണ്. അപ്പോൾ ഇവിടെ ഇത് അയക്കുമ്പോൾ അതിൻ്റെ ഹോൾസ് ഉണ്ടാവും. പശ മാത്രമാണെങ്കിൽ സെറ്റല്ലേ?
ഇത് മാത്രം ഇങ്ങനെ പിടിച്ചെടുത്താൽ മതിയായിരുന്നു. പക്ഷെ മാത്രമാവാൻ ചാൻസും ഇല്ല. ഒന്ന് ക്ലിപ്പ് പൊട്ടി. ഓ നല്ല വശമായിട്ടാടാ. ഓ ഷിറ്റ്, നല്ല വശാട്ടാ. ചിലപ്പോ എനിക്ക് തോന്നുന്ന ബെസ്റ്റ് ഇത് നല്ല ഓപ്ഷൻ. തിങ്കിങ്. നമുക്ക് കുക്ക് ചെയ്യാനില്ലേ? അടുപ്പത്ത് വെച്ചിട്ടല്ലോ അന്ന്. നിങ്ങൾ പോയിക്കോ, നമ്മൾ ചെയ്തോളാം. അത് പോയി നോക്കിട്ടാ, ഞാനത് ഫിനിഷ് ചെയ്യാം. ഓ 2. ഓ പൊക്കിയൊക്കെ 2ആയി. ആ അപ്പം അങ്ങനെ അങ്ങോട്ട് സ്ലൈഡ് നോക്കി. പശ വിട്ടുപോരും. അപ്പം ആ ഇത് നല്ല ക്ലിപ്സാണ്. പക്ഷെ ഉണ്ടെങ്കിലും മിന്നലെ അജുവേട്ടൻ പ്രൊഫഷണൽ തന്നെ അല്ലേ? മെക്കാനിക്. ഓക്കെ, നല്ല ടൈറ്റ് അല്ലേ സംഭവം? എടാ ഈ പൂച്ചയില്ലടാ, മാന്തുന്നല്ലേ? ആ, ഒരു പട്ടിപ്പൂച്ചയുണ്ട് പട്ടിപ്പൂച്ച. നമ്മുടെ വീടിന്റെ അടുത്ത്. നീ അറിയാം. അപ്പൊ ഈ ഇവിടെ സാധനം വന്ന് കേറി അങ്ങ് നിരങ്ങും എല്ലാം പൂച്ച ഒരുപാട് പോലെ. എപ്പോ അതിന്റെ അടിയിൽ ഉറക്കം, വണ്ടിന്റെ അടിയില്. അടി കിടന്നോട്ട് പാവത്താണല്ലേ, വെയിലൊക്കെ കൊള്ളാണ്ട് നിന്നോട്ട്. ആ, വണ്ടിന്റെ നല്ല മുകളിൽ മനസ്സാണ്. അല്ലേ? നല്ല മനസ്സ്. ഊത്തിയങ്ങ് ഇറക്കും ഞാൻ. ഓരോ സംഗതി നൈസായിട്ട് പോയിട്ട് ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, ഒരു മീറ്റിങ്ങിലാണ്. അതിനെ ഉപദേശിച്ചു. അത് ഞാൻ ഉപദേശിച്ചതല്ല, ഉപേക്ഷിച്ചു. മലയാളം ഭയങ്കര വീക്കാവുന്നുണ്ട്. ഞാൻ 1ാം ക്ലാസ്സിൽ വന്നേ ബൈ. എടാ ക്ഷീണം ഇപ്പൊ വരും, പിന്നെ അവര് ഹെൽപ്പ് ചെയ്യാനുണ്ടോ ബ്രോ? എന്നാ മോനെ ഇമ്മൊരു പൈസയോ മച്ചാൻ, ഇതെങ്ങനെ കളയോ? ലാസ്റ്റ് ക്ലിപ്പ് എടുത്താണ് കേട്ടാ, അതും കൂടി പൊട്ടി. ഓ ഒന്നും കൂടി ഉണ്ടോ? ഇതിന് വലിച്ചു പറിക്ക്. ഉപയോഗിക്കാം. ഇത് ഇൻ കേസ് മറ്റേത് വർക്കാണെങ്കിൽ തിരിച്ചിടണ്ടല്ലേ? ഒന്നുമില്ലെങ്കിൽ ഇത്രയും നാൾ നമ്മളെ കൂടി ഉണ്ടായിരുന്നില്ല. അത് ശരി കേട്ടാ, 8 വർഷങ്ങൾക്ക് ശേഷം. 8 വർഷം എന്റെ മോനെ, 8 വർഷമായോ? 6 അല്ലടാ. ഈ വണ്ടിക്ക് എണ്ണക്കാട്ടി പ്രായമുണ്ട്. ഈ വണ്ടിക്ക് എണ്ണക്കാട്ടി പ്രായമുണ്ട്. 908 8അല്ലേ? 95. ഓ ഷിറ്റ്, എണ്ണക്കാട്ടി 5 വയസ്സ്. നിങ്ങൾ 95 അല്ലേ? സെയിം ഇയർ വണ്ടി, സെയിം ബർത്ത്ഡേ. നിങ്ങൾ കാണുന്നു. അതിൻ്റെ ഉള്ളിലത്തെ ഒറ്റ ഒരു ക്ലിപ്പും കൂടി ഉള്ളു ഈ ഭാഗത്ത്. ക്ലിപ്പല്ലടാ ഇത്. പിന്നെന്താ അത്? എന്ത് പാടാല്ലേ, കണ്ടുപഠിച്ചു. അടുത്ത ചെയ്യണ്ട. ഓ മസിൽ കാണിച്ചതാ. കാണുന്നുണ്ടോ? ഓ പിന്നെ നിങ്ങൾ പോയി കുക്ക് ചെയ്തോട്ടാ, അത് കരിയണ്ട. ഓ ടൈം. എന്റെ മോനെ, ഇത്രയും ക്ലിപ്പുണ്ട്. അപ്പൊ ഇത്രയും തോള അടയണം. പിന്നെ സിമെന്റ് കൂടിയാ. ഓ ഇതിനിപ്പം ഇച്ചിരി ടാസ്ക്. അല്ല ഇത് ഇതിന്റെ ക്യാപ്പ് കിട്ടും നമുക്ക് വാങ്ങാം. ഇതിപ്പോ മറ്റേ സാധനം വെച്ചാലും നമുക്ക് ഇത് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ പശ അത് ഞാൻ കളഞ്ഞേരാ, കാണിച്ചേ. പാട് വരും. പെയിന്റിന്റെ സ്ക്രാച്ച് ഈ മോളത്തെ ഭാഗം അത് ഹീറ്റ് ചെയ്താലും ഹീറ്റ് ചെയ്യണോടാ, അല്ലെങ്കിൽ സാധനം ഞാൻ നോക്കട്ടെ. നിങ്ങൾ മറ്റൊരു വിളിക്കാൻ നോക്കാം. ഓക്കെ ശരി. തേഞ്ഞു. ഇപ്പൊ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, തിരിച്ചു വെക്കാനാ. തിരിച്ചു വെക്കാൻ. നമുക്ക് പേടിയില്ലല്ലോ. പക്ഷെ നമുക്ക് പേടിയില്ല. ഞാൻ ഇത് ചെയ്യാം. ഏട്ടൻ ഇത് പിടി. ഏട്ടൻ ഇത് ചെയ്യാണെന്ന് അറിയില്ല. അപ്പുറത്തത് പിടി. ആംഗിളും പറഞ്ഞു തരണ. സ്ക്രാച്ച് ആവല്ലേ? അതാണ് വിഷയം. കുത്തി കയറ്റിയാലും ഈ പെയിന്റിന് സ്ക്രാച്ച് ആവും. ആ അതന്നെ, അങ്ങനെ തന്നെ. എന്തോ ചെയ്യുന്നുണ്ട് ഇടുന്നു കാര്യമായിട്ട്. വിട പറയുന്നു ഞാൻ.
സുപ്ര ഫാൻസ് ലൈക്ക് അടി. വീട് നിങ്ങളെ പ്രശ്നം വരുമ്പോ വോ അച്ഛൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് ലെഗ്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ലക്ഷ്യ ചെയ്യാൻ പോയെന്ന് കാടിയാ ചെയ്ത്. ഇനി പോളിഷ് ചെയ്യണം. മെയിനാട്ടാ അച്ഛൻ. ഇത് നമ്മൾ അന്ന് മേടിച്ചാണ് നമ്മളെ സിവിക്ക് റാപ്പ് ചെയ്തപ്പോ. സിവിക് അല്ല, നമ്മുടെ അവന്റെ വണ്ടിയാണ്. ആണോ? ഇത് ശരിക്കും എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് റബ്ബർ സാധനമാണ്. അപ്പൊ സ്ക്രാച്ച് ഒന്നും ആവാണ്ട് ഇതാവും. എന്നിട്ട് ഇത് പോളിഷ് ചെയ്യണം അല്ലേ? സ്ക്രാച്ച് ആവുന്ന വെച്ചാൽ ചെറുതായിട്ട് സ്ക്രാച്ച്, പക്ഷെ അന്നേരം പോളിഷ് ആണ് ഇത്. അതാ പറഞ്ഞ കണ്ടിരുന്നു. പൂക്കിണ്ട് പൂക്കി. മറ്റേ ഇത് വേണ്ട, എന്നെ ടാഗ് ചെയ്ത ഒരു സ്റ്റോറിയില് എന്നെയും ടാഗ് ചെയ്ത്. എന്തിനു ടാഗ് ചെയ്ത്? ഇതെന്താടാ ഇത്? പശ. ഉറപ്പാ? പശ അല്ലായിരിക്കുമല്ലോ. പശ എവിടെ? അവനോടെ പശ ഇല്ലല്ലോ. അതാ ഒട്ടിച്ച കൈ വെച്ച് ഒട്ടിച്ച അല്ലേ? അല്ല, പശായിരിക്കും. വേറെന്താ? അതെ, ഞാൻ തൊടണ്ട. ഞാൻ അത് തൊടുന്നില്ല കേട്ടോ. എന്തൊക്കെയാണ് അവിടെ? ഇവിടെ ഈ പാട് കാണാൻ നമ്മള് സംഭവം പോളിഷ് ആണോടാ? പോളിഷ് വേണോടാ? പോളിഷ് മേടിക്കാൻ നല്ലത്. കണ്ട ഈ പാട് കണ്ടോടാ? അതിപ്പം പക്ഷെ അടച്ചോ. ആ കണ്ടോ? പോളിഷ് മറ്റേ ഓറയിലിപ്പോ മേടിക്കുന്നത് നല്ലതായിരിക്കും. വാങ്ങാം. എന്തെല്ലാം സംവിധാനം. രണ്ട് സൈഡും ഊര് വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളെ റിഷോണേട്ടൻ. അഡ്വാൻസ്. ഓ, ഇതാണ് ഇതിലൊട്ടിക്കേണ്ട സാധനം. ഈ സ്പോയിലറിൽ ഇനി ഇതെല്ലാം എടുക്കണം. അല്ല, ക്ലിപ്പെല്ലാം എടുക്കണം. ഇവിടെ ക്ലിപ്പ് ഈ ക്ലിപ്പ് വേണ്ട. ഈ ക്ലിപ്പ് ഇത് സാധനം ഊരണം. ഇത് വരണോ? ഊരിന്റെ നല്ല ഊരുണ്ട്. ഇതിനെന്തിനാ ഊരണേ? നിങ്ങക്ക് ബോൾട്ട് അല്ലേ ഇവിടെ? ഇല്ല, അവിടെ പോട്ടെ. ഇതേപോലത്തെ ക്ലിപ്പാണെങ്കിലോ? ഞാൻ യൂട്യൂബ് ഉണ്ടല്ലേ. ബോൾട്ട് യൂട്യൂബ് കണ്ട ഇതുണ്ടെങ്കിലോ? ആ ഉണ്ടായി. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ചെറിയ റിഗ്രറ്റ് ഞാൻ അടിക്കുന്നുണ്ട് ഈ സാധനത്തില്. സംഭവം ഇതണ്ട, ഇവിടെല്ലാം വൃത്തിയുടെ മനസ്സിലായോ? അതിന്റെ എത്രയും നാളെ ഇവിടെ നിന്നിട്ടുള്ള പാടില്ലേ, ഇനി ഹോൾ അടക്കണം. പക്ഷെ ഇത് വെച്ചിട്ട് അടക്കുമ്പോൾ വലിയ വിഷയം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു പേര് നീ പറ, എന്ത് പറയുന്നു നീ? ആദ്യം സെറ്റാക്കി എടുക്കാൻ അത് പറ്റും. പക്ഷെ വെച്ച് കഴിയുമ്പോൾ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. പെയിന്റ് ഒക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റുന്നല്ലോ. ഇത് ഇതാ എങ്ങനെ? ആ പോളിഷ് അടിച്ചാൽ മതി. എന്നിട്ട് റാപ്പാറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റേ സംഭവമില്ലേ, സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സെറ്റാക്കും. അല്ല, അത് ശരിയാക്കും. അത് എപ്പോ ചെയ്യുന്ന അത് വരെ നമ്മള് നോക്കാം. ഇത് വെച്ച് നോക്കാം. ഒരു ക്ലിപ്പും കൂടെ ഉണ്ട്. ഇവിടെ അപ്പുറത്തെ എടുത്ത പശ പോയാ ഈ പശ ഉണ്ടോ? എടാ, അത് പക്ഷെ ഒരു കാര്യം ഉണ്ടോ, ആ പശയുണ്ട് നമ്മളില്ലേ ഇത് വെക്കാൻ പോകുന്ന സാധനം 1 പീസാ. വൺ പീസാ? ആ, ഒറ്റ പീസാ. ഇവിടെ സെപ്പറേറ്റ് പീസ് ഇല്ല. ഇല്ലേ? അത് ശരി. അപ്പൊ അടക്കുമ്പം ഇത് നിങ്ങൾ കണ്ടില്ലേ? ഇതിപ്പോ എടുത്തു നോക്കിയില്ലേ സാധനം? അടക്കുമ്പം കാണൂല. ഈ സെപ്പറേറ്റ് ഉണ്ടെന്ന് ഇവിടെ. ഇല്ലില്ല, കവറാവും. പക്ഷെ അടക്കാണ്ട് ഇങ്ങനെ തുറന്നു വെക്കുമ്പോ അവര് അങ്ങനെ എത്ര റെയറാന്ന് തുറന്നു വെക്കുന്നത്? എത്ര റെയർ ആയിട്ടാണ് നമ്മൾ തുറക്കുന്നത്? അങ്ങനെ ഓക്കെ. വൺ പീസാണ് നല്ലത്. 1 പീസ് നല്ലതല്ലേ? നമ്മൾ വാങ്ങുമ്പോൾ അത് ചിന്തിച്ചില്ല ഞാൻ അധികം. ഞാൻ ഇന്നിപ്പോ ആ വീഡിയോ കാണുമ്പോ ശരിയാണല്ലോ, ഈ എക്സ്റ്റൻഷൻ വരുമ്പോ എന്ത് ചെയ്യും. പക്ഷെ നോക്കാം. ഈ ഫിനിഷ് വേണ്ട, ഈ ഫിനിഷ് വേണ്ട. ഈ കളർ വണ്ടി മൊത്തം ക്ലിയർ കോട്ട് അടിച്ചതേ ഉള്ളു. ഇങ്ങനെയാണല്ലോ നോർമൽ.
അത് ക്ലിയർ കോട്ട് അടിച്ചാണ്. ഇത് അലമ്പായി പോകും പെട്ടെന്ന്. അങ്ങനെ അല്ല അത് അത് റാപ്പ് ചെയ്താലോ? ആ ഒരു കളറിലെ റാപ്പ് പൊളിയല്ലേ? അതൊരു റിച്ച് ഫിനിഷ് ഉണ്ട്. ഇത് സാധാരണ പെയിന്റ് തീരാനായിട്ടാ തുടങ്ങി. ലൈറ്റ് അടിച്ചോ. ഇത് ഫ്ലാഷ് ആണ്, അടിച്ചോ. അപ്പുറത്തല്ല, ഇനി അവിടെ ആയിരിക്കും. ഇതിപ്പോ അയക്കുന്നില്ല, വീഡിയോ നീ ഇത് അയച്ചാ ഉദ്ദേശിച്ചില്ലേ? ഇനി അപ്പുറം കളർ നൈസ് നടുക്കതാ നൈസ് ആട്ടാ. നടുക്കതാ രണ്ടോ കൊടുക്കൊരു പൂക്കിറ്റി കളർ നൈസ് ആട്ടാ. അല്ലടാ ഇതാ അതിന്റെ സ്ക്രൂ ആയിരിക്കണം താഴത്തെ. അപ്പൊ ഇതാ ഒന്നും കൂടി ഉണ്ട്. പിന്നെ പശയല്ലടാ, പശ ഉണ്ടാവുമല്ലോ, യുനോ പശ കവറിങ് എവറിത്തിങ്. ഓ അതേതോ ഒരു പാട്ട് തുടങ്ങിയിട്ട് ഏതോ ഒരു പാട്ട് കിട്ടി. അത് അവസാനിച്ചത് വേറെ പാട്ടിലാണ്. പൂവും കൊണ്ട് പൂജക്കായ ക്ഷേത്രത്തിൽ മെസ്സി കാണിക്കൂലേ? മെസ്സി ഓട്ടിസ്റ്റിക് മൊമെന്റ്സ് അല്ലേ? ഇങ്ങനെ തബല കിട്ടുമ്പല്ലേ അതായിട്ട് വേറൊന്നുണ്ട്. ഒരാൾ അവനെ വന്ന് ഉമ്മ വെക്കും ബാക്കിൽ നിന്ന്. ഇങ്ങനെ ഇരിക്കും, ഒരു കരയുന്ന ആളത്. ഇത് ഊരിയെടുക്കാം. ഇനി മറ്റേ ഇത് വെച്ചിരുന്ന ഗുഡ് ബോയ്. ആ പുള്ളി പറഞ്ഞാ ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശിവണന് ചെയ്യാനറിയില്ല. വണ്ടി സ്ക്രാച്ച് സെറ്റ് വിട്ടോ പുള്ളി ഇനി നിർത്തിയിട്ട് പൊന്നാളിയാ. ഇവിടം വരെ വന്നു. പൊട്ടി. ആടാ ഇതാണ്ടോ. ഓ ഇതിന് എത്ര നേരം എടുക്കും ഇത് ചെയ്യാൻ? അല്ല പക്ഷെ മറ്റേ ഇതുണ്ടല്ലോ, അതെ അതിനെ കൊണ്ട് ചെയ്യാൻ. ഓ യാ ഒരു മിനിറ്റ് ആവശ്യം ഇല്ലടാ. ഇടത്തെ പശനം കഴിഞ്ഞു. അവിടുന്ന് ലിഫ്റ്റ് ചെയ്യല. തിരിച്ച് ഉപയോഗിക്കാനുള്ള സ്വിഫ്റ്റ് ആയില്ലെങ്കിൽ നേരെ ആലേന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അല്ലെ ഒന്ന് മാറ്റിത്താ. അങ്ങനെ ബാക്കിൽ മാറ്റി തരും. അയ്യോ ഭാഗ്യം. എന്നാ ഒരു പശയാണോ? ഇത് പശയല്ലോ, ഇത് ചെളിയാ വണ്ടിക്കത്. ഇങ്ങോട്ട് ഇത് നീ ഇപ്പൊ അപ്പുറത്ത് ചെയ്തില്ല, ഇപ്പൊ ഓക്കെ അല്ലേ? അതേപോലെ ഇപ്പുറത്തും ചെയ്യണം. അതെ കുറച്ചുകൂടെ കയറ്റാൻ നോക്കും. റോളിൽ അങ്ങ് പോയാ മതി. ഇങ്ങനെ അത് പശയാടാ. സ്ക്രാച്ച് ആണ്. ഇത് പെയിന്റ് പോയതാ അല്ലല്ലേ? അത് പശ ആ അത് പോയതാ. പോയതാ ഏ അല്ല പോയതാ. അത് തൊടുമ്പോ മനസ്സിലാവും. പൊളിഞ്ഞു പോയി. മറ്റേ ഇവിടെ തൊട്ടൊക്കെ ആ പോയതാ. സ്ക്രാച്ച് അല്ല ഇപ്പൊ ഒന്നുമല്ല. ഇതെല്ലാം കളയാൻ തുടങ്ങി. ഇതൊന്നും ക്ലിയർ ഇല്ലാത്ത. ആ ഇവിടുത്തെ ഇതെല്ലാം കളയാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. എന്ത് പെയിന്റ് ഇത് കണ്ട. എന്റെ ഇൻസ്റ്റിങ്ക്റ്റ് പറഞ്ഞായിരുന്നു എന്നോട് വേണ്ട ഇത് ഇത് അബദ്ധായി. വീഡിയോ കണ്ടപ്പോ തന്നെ ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ ഇത് ഇത്രയും വൈഡല്ല. അത്രയും വൈഡല്ല ഒന്നാമത്തെ കാര്യം. അപ്പൊ ഈ നമ്മൾ ഈ സ്ക്രാച്ചെല്ലാം എടുത്ത് കളഞ്ഞാലല്ലേ ഇത് പെയിന്റ് പോയതെല്ലാം കാണും. എന്താ ഓക്കെ വേണ്ട പക്ഷെ ഇതടിച്ചാൽ മതി, പോളിഷ് അടിച്ചാൽ മതി. ഇത് നോക്ക്, ഇതൊന്നും പോളിഷിൽ പോകുന്നതല്ലടാ. അത് വൈഡാണ്. വൈഡാ പക്ഷെ വെച്ചിട്ട് കാണാൻ രസമുണ്ടേ. അത് അതിന്റെ മുകളിൽ വെച്ചാലോ അത്രയും വ്യത്യാസമുണ്ട് പഴയതും പുതിയതും തമ്മിൽ. നമ്മൾ ടു ഫാർ വന്നു കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പം ഇത് ഒന്നുമില്ല, നമ്മളിത് എങ്ങനെയെങ്കിലും ശരിയാക്കും. നമ്മളെല്ലാത്തിനും പരിഹാരം കണ്ടെത്തി. അപ്പൊ ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയത് തിരിച്ചു വെക്കണമെങ്കിൽ ഗ്ലൂ വേണം, അല്ല പശ വേണം. ആ പശ നമ്മളെ കയ്യിലുണ്ടല്ലേ, സ്ക്രൂ ഉണ്ട്. അപ്പം വലിയ കുഴപ്പമില്ല, എനിക്ക് വർക്കായില്ലെന്ന് നമുക്ക് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് മതിയായിരുന്നു. ഇങ്ങനെ വെക്കാറുണ്ടോ? ഇല്ല ആരും വെക്കാറില്ല. ഇല്ല വെക്കാറുണ്ടോന്നല്ല, അത് ശരിയാ. ഇതിവിടെ അലമ്പാണ്. ഇവിടെ മറ്റേ സ്പീസ് കയറിയല്ലേ, മറ്റേ പീസ് വരില്ലടാ. അങ്ങനെ വെക്കാൻ പറ്റും തോന്നില്ല എനിക്ക്. ഇവിടെ ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പ് എന്തായാലും വരും. ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും. ഇത് വെക്കാറുണ്ടോ സൈഡ്? ആ രസമുണ്ട് കേട്ടോ, ഹൈറ്റ് വന്നല്ലത്. രസമുണ്ട്. എടാ ഇങ്ങനെ നോക്കുമ്പോ കറക്റ്റ് കേട്ടോ. ഈ സൈഡ് നോക്കോ, ഈ സൈഡ് നോക്കുമ്പോ മാത്രം ഈ ഒരു അല്ല വെച്ചാണ്. ഇത് സീനില്ലടാ, നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ വേണമെങ്കിൽ. അതെ നിന്റെ കാർബൺ ഫൈബറിന്റെ ബാക്കി വിടിരിപ്പില്ലേ, ബാറ്ററിയാ ബാക്കി റാപ്പ് ആ അത് ഇങ്ങോട്ടേക്ക് ഇറക്കുക. എന്നിട്ടോ
TPC ഗ്യാപ്പിൽ ഒട്ടിച്ചു പോകണം. അത് ഒട്ടിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇങ്ങനെ വെച്ച് പക്ഷെ അങ്ങനെ ടേപ്പ് ഒട്ടി നിക്കുവോ? അല്ല ഇങ്ങനെ ഇതേപോലെ സ്ലോപ്പാക്കല്ലടാ, പിന്നെ ഇവിടെ മാത്രം പഴയത് വെച്ചിട്ട് അതിന്റെ മുകളിൽ അത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെച്ച് നോക്കണല്ലേ ഇങ്ങനെ. ഇതിപ്പോ ഓക്കെയാണല്ലോ. ഇങ്ങനെ നോക്കുമ്പോ പക്ക ഒരു സീനും ഇല്ല. നല്ല മതി. ഞാനിവിടെ പക്ഷെ എടാ ശ്രീഹരി, ആ റീസെർച്ച് ടൈം ഇത് നോക്കി ഇങ്ങനെ ആരും വെക്കുന്നുണ്ടോ? നോക്ക്, ആരും വെക്കൂലായിരിക്കും. പക്ഷെ ഇത് ഓക്കെയാണ് എനിക്ക്. ബാക്കിൽ നോക്കുമ്പോൾ വലിയ സുഖമില്ല, പക്ഷെ ഫ്രണ്ട് നോക്കുമ്പോൾ ഇല്ലേ, അല്ല വെയിറ്റ് ഇതല്ലേ ബാക്കിൽ നോക്കുമ്പോൾ ഓക്കെയാ, ഫ്രണ്ടിൽ നോക്കുമ്പോൾ സുഖമില്ല. നോക്കി കഴിഞ്ഞാൽ പക്ക ആകുമ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടി. കുറച്ചും കൂടി ഹൈറ്റ് വന്നോലേ അല്ലേ? പക്ഷെ ഈ ഒരു സ്പേസറാ ഇതെന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇത് ഫുള്ളും മറ്റേ കാർബൺ ഫൈബർ റാപ്പ് ചെയ്താൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കാണാൻ. വെറൈറ്റി ഈ ബാക്ക് മൊത്തം അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുണ്ട്. ഞാൻ കാണിച്ച ചെങ്ങായിന്റെ ഇതില്ലേ ഓന്റെ അങ്ങനെ ഇത് തിരിച്ചു വെക്കണ്ടത്. അത് സ്റ്റിൽ വർക്കിംഗ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോളിഷ് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് വെച്ചൊന്ന് നോക്കും ക്ലീൻ ആക്കാൻ പറ്റുമോ. പിന്നെ ഈ പശ കളയുന്ന സാധനമില്ലേ അതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ വാങ്ങിയ പുതിയ തന്നെ വെക്കാൻ വേണ്ടി പോകണം. വെച്ച് നോക്കാം. ബാക്കി ഈ ഹോളൊക്കെ ഇല്ലേ നമുക്ക് അതിനെ ക്യാപ്പ് വാങ്ങിയിട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് വേറെ ഒന്നുമില്ല. അത് വെക്കുമ്പോൾ നല്ല ക്ലീൻ ആണേ. പക്ഷേ ഈ ഒരു സ്പേസ് ഇല്ലേ എക്സ്ട്രാ ആയതുകൊണ്ട് ഈ സൈഡ് നല്ലോണം ക്ലീൻ ആക്കണം, ഇല്ലെങ്കിൽ എല്ലാം പോകും. ഇത് സ്ക്രാച്ച് അല്ല വെച്ചാൽ വന്നത്. ഇത് മൊത്തം വേനെടുക്കുന്നുണ്ടല്ലേ. പക്ഷേ കുഴപ്പമില്ല. മറ്റേ മുകളിൽ വെക്കാണെങ്കിൽ എന്താ നമ്മൾ വിഷയം പറഞ്ഞത്, അത് സ്ക്രൂ ചെയ്യണം. അതൊക്കെ സ്ക്രൂ ചെയ്യാം, വിഷയമൊന്നുമില്ല. എന്താ വിഷയം? ഈ സൈഡിൽ നിന്ന് ബാക്കിയെല്ലാം പക്ക. ഈ സൈഡിൽ നിന്ന് മറ്റേത് ചെറുതും ഇതായോണ്ടല്ലേ രണ്ട് ഇങ്ങനെ വരും. അതുകൊണ്ട് ഒരു സുഖമില്ല. ഇതാദ്യം ഈ സൈഡിനും മറ്റു സാധനം വെക്കാം. ഈ സൈഡോ അതങ്ങനെയാണ്, അതാ ടേപ്പിന് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ അപ്പൊ ഇനി ഇത് പറഞ്ഞു പോവോ പെട്ടെന്ന്? ഉറപ്പാ? മോഡിഫൈ ചെയ്തില്ല. ഉറപ്പല്ലേ? ഈ സൈഡ് ഇങ്ങനെ കുറച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ബെൻഡായെന്ന് പറഞ്ഞില്ലേ മറ്റേ. ഓ, ടേപ്പ് ഒട്ടിച്ച് ഇങ്ങനെ വെക്കണം അല്ലേ ശരിക്കും? ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഗൈസ് പിന്നില്ലേ നമ്മള് ആവുന്ന പണി കൊറേയൊക്കെ നോക്കി. ഇതിന് വീതി ഇല്ലാത്തോണ്ടില്ലേ നമ്മൾ ആ പഴയ സംഭവം നിന്ന സ്ഥലമില്ലേ, ഇപ്പൊ 7 കൊല്ലമായി വണ്ടി എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഫുള്ള് ചളി ഇങ്ങനെ ആയിട്ട് ആ ഒരു ലൈൻ അങ്ങനെ തന്നെ നിന്നു. എന്നിട്ട് നമ്മൾ പോയി പോളിഷ് വാങ്ങിയിട്ട് വന്ന് പോളിഷ് കൊണ്ട് ഫുള്ള് ക്ലീൻ ആക്കാൻ നോക്കി. കുറേയൊക്കെ പോയി, പക്ഷെ എന്നാലും അതിൽ മൊത്തം സാധനം ആ വര ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് വെച്ചാലില്ലേ ഇതിന്റെ ഒരു വൃത്തി ഉണ്ടെങ്കിലും അതിന്റെ ഒരു വൃത്തിയുടെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പഴയ സാധനം തന്നെ ഇപ്പൊ വെച്ചിട്ട് ഇതിനേക്കാൾ കുറച്ചും കൂടി വീതിയുള്ളത് ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യും. ഇതിപ്പം എനിക്ക് തോന്നില്ല ഇത് സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് വരുന്നതാന്ന് തോന്നുന്നു വെച്ചാൽ. അതായാലും മതി ഈ ഒരു സാധനത്തിന്റെ മുകളില്. പക്ഷെ അങ്ങനെ വെക്കുമ്പോ എന്താ വിഷയം എന്നറിയാ, ഈ സൈഡില്ലേ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആയി മറ്റേ ഇതുപോലെ നമ്മുടെ ആരുടെ വണ്ടിയുടെ മറ്റേ ശ്രീ പ്രണാമിന്റെ വണ്ടിയുടെ കണ്ടിട്ടുണ്ടല്ലോ, ബമ്പർ എക്സ്റ്റെൻഡ് ആയിട്ടിരിക്കും കുറച്ച്. പക്ഷെ സൈഡ് നോക്കുമ്പോ വലിയ വിഷയമില്ല. എനിക്ക് നോക്കിയിട്ട് അത്ര മോശമായിട്ട് തോന്നില്ല. പക്ഷെ ഇതിപ്പോ നമ്മള് ഈ സൈഡ് വെച്ചു, പക്ഷേ ഇതും വെച്ചു. ഇതിന്റെ സ്ക്രൂ ഉള്ളിൽ ഇടണം. പക്ഷെ ഇതിന് ഗ്ലൂ ഇല്ല ഇപ്പൊ. പക്ഷേ പക്ഷേ എന്നല്ലേ പറയാൻ പറ്റുമല്ലോ. നീ എന്തൊക്കെ പറയല്ലോ മലയാളത്തിൽ, എന്തായാലും ഞാൻ പറയാം. മോശമായിട്ടൊന്നുമില്ല. എന്ത് എങ്ങനെ വെച്ചാല് സ്ക്രൂ മാത്രം ഇട്ട് വെച്ചാലാ? അപ്പൊ അതാണ്. അപ്പൊ നമ്മള് ഏകദേശം എത്ര മണിക്കാ വന്നേ? 7:45 വന്ന് ഇപ്പം 9:45, 2 മണിക്കൂർ പണിയെടുത്തു. എന്നിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചു. പണിയെടുത്ത് വീണ്ടും പഴയതുപോലെയായി. പക്ഷെ എന്തായാലും ബമ്പറിൽ ഇപ്പൊ നമ്മളെ കയ്യിലുണ്ട്. അതെന്തായാലും നമ്മൾ സെറ്റാക്കി. എന്നല്ല അതവിടെ അങ്ങനെ സ്ക്രൂ എടുത്ത് നമ്പർ പ്ലേറ്റും സെറ്റാക്കണം. ഓ നോ, ഞാൻ വിചാരിച്ചെന്താ പറയാ, ഇത് പശ വെച്ച് നൈസായിട്ട് പെട്ടെന്ന് തന്നെ ആക്കി ആ ഒരു സമയം കൊണ്ട് ബമ്പർ ലിപ്പ്
ഉള്ളത് ഊരി കളഞ്ഞ് നമ്പർ പ്ലേറ്റ് സെറ്റ് ആക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതൊന്നും ഇത്രയും പണിയെടുക്കും ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറയല്ലേ ഇതിന്റെ താഴത്ത് ഡബിൾ സൈഡ് ടേപ്പ് വേണം. അപ്പൊ നീ പറഞ്ഞ ടേപ്പ് ഉണ്ടാകത്തില്ലെന്ന്. ആര് നീ ഞാനാണോ? ചിലത് ഉണ്ടാവത്തില്ല. ആ പിന്നെ ടേപ്പ് ഉണ്ടായില്ലേ വീഡിയോയില്? ആ അവര് ഞാൻ കാണിച്ചു തന്ന വീഡിയോ ഉണ്ടായിരുന്നാ? ഞാൻ കാണിച്ചു തന്ന വീഡിയോ ഇല്ലേ? എന്നാലും പാട് കാണൂടാ. അല്ല ഞാൻ കാണിച്ചു തന്ന വീഡിയോ ഇല്ലേ? ഇവര് ഇങ്ങനെ രണ്ട് ഇതാക്കി പൊക്കിയെടുത്തു. ചിലതിനില്ല. ടേപ്പ് ഇല്ലായിരുന്നാലും മലം പാടാ. ആ പാട് പിന്നെ കാണും. നീ ഉദ്ദേശിക്കുന്ന പാട് എനിക്ക് ആകെയുള്ള സംശയം എന്താ പറയാ, ഇതിലേക്ക് ലീക്ക് ആവുമോ എന്തെങ്കിലും? അത് അങ്ങനെ ഹെവി സാധനം വന്നാലേ കുഴപ്പമില്ലല്ലേ? ചാൻസ് കുറവാ. ചെറിയൊരു തുഴുത്തൊക്കെ വീഴുള്ളൂ. അല്ല വലുതായിട്ടൊന്നും വീഴുന്നില്ല. ബോള് പോവാ. ബോളാ? ബീച്ചല്ലേ? ബീച്ചാ? ആ ബോളാ. ഓ നിന്റെ ഇവന്റെ ഇതെവിടെ എടുത്ത് നടക്കുന്ന? അതിപ്പോഴല്ല, റിട്ടേൺ ചെയ്യാൻ പോയത്. അപ്പം ഇത് ക്ലിക്ക് ബൈറ്റാ ശരിക്കും ഈ വീഡിയോ? ക്ലിക്ക് ബൈറ്റിന് ഇത്രയും 4 മണിക്കൂർ 3 മണിക്കൂർ പണിയെടുക്കേണ്ട ഇല്ല ഗൈസ്, മോഡിഫൈ അറ്റംപ്റ്റഡ് ഫെയിൽഡ്. ഇത് സംഭവം അത് ഓൾറെഡി നമ്മൾ 3 വട്ടം വാങ്ങിയ സാധനം പൊട്ടി പോയോണ്ട് അത് നമുക്കറിയാം. നല്ല ക്വാളിറ്റി ആണ് അത്. വണ്ടി നല്ല ക്വാളിറ്റി ആണ്, പക്ഷെ അത് വണ്ടി ഓടിക്കുമ്പോ പൊട്ടുന്ന. പിന്നെ ഓടിക്കാണ്ട് ഇങ്ങനെ പൊട്ടുവാ. എടാ എനക്കൊന്നില്ലേ? ഇപ്പൊ ബുദ്ധിയില്ല, ഐക്യു ലെവൽ 0 ഇപ്പൊ. എടാ ഞാൻ വിചാരിട്ടെ, എടാ കൊച്ചു ചേർക്കാ വേണ്ട, ഇത് പൊട്ടും വെറുതെ ഓർഡർ. ഞാൻ ഫെയിലായി കേട്ടാ, ഫെയിലായി. ഒന്നുമില്ല, തുടങ്ങിയല്ലേ ഗൈസ്? വീട്ടിലെത്തി. അറ്റംപ്റ്റ് ഫെയിൽഡായിരുന്നു. അതുകൊണ്ട് പക്ഷെ വിഷയമില്ല, നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട് നമ്മൾ ആ പുതിയ സാധനം ഒന്ന് നോക്കട്ടെ. വലിയ കുറച്ചും അതൊന്നും സംഭവം അറിയാം. കുറേ വർഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ വർഷമായിട്ട് ആ ഒരു ലൈൻ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇളക്കിയപ്പോൾ ആ ലൈൻ എത്ര ഇതാക്കിയിട്ടും പോകുന്നില്ല. അത് കുഴപ്പമില്ല, നമുക്ക് കുറച്ചും കൂടി വീതിയിൽ കിട്ടുവാണെങ്കിൽ അത് ഓർഡർ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ബമ്പർ ലിപ്പിലേക്ക് നമ്മൾ ഫോക്കസ് തിരിക്കുന്നു. ഒരു മിനിറ്റ്, എങ്ങനെ വൈപ്പ് കൊണ്ട് ഇത് സ്ക്രാച്ച് ആയി? വീണാന്ന് തോന്നുന്നു, ആടെ വെച്ചാലും വീണാ. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഡെയിലി തോട്ട് കൺമണി പോയി മാറ്റി വെക്കാൻ പറഞ്ഞു കേട്ടോ കുറച്ച് ആൾക്കാർ. മാറ്റാം, വേറെ പാട്ട് വിടാം. ഇന്നത്തെ ഡെയിലി തോട്ട്, നമ്മൾ എന്ത് സംഭവം ചെയ്യുമ്പോഴും അതിൽ എന്തെങ്കിലും ടൈപ്പുള്ള ഒരു വിഷയം ഫ്രണ്ടിൽ ഉണ്ടാവും. അപ്പം നമ്മൾ പാനിക്കാവോ സ്ട്രെസ് അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ തന്നെ നിൽക്കും. വിഷയം അവിടെ നിന്ന് മാറുന്നില്ല. നമ്മൾ ഉള്ളിലായിരിക്കും അത് ചിന്തിച്ച് കൂട്ടുന്നത്. നേരെ മറിച്ച് ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി എന്താ വെച്ചത്? ക്വാളിറ്റി വ്യത്യാസം ഉണ്ട്. ഇപ്പൊ ശരി. ലോജിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിനെ വേറെ ഒരു സൈഡിൽ നമ്മൾ കാണാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് പ്രശ്നങ്ങളെ നമ്മൾ വെൽക്കം ചെയ്യണം. ഓക്കെ, വന്നോട്ടെ. പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അന്നേരം ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ആവും. ഇപ്പോൾ ദേഷ്യം വരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണൽ കൺട്രോൾ വരും. അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സൊല്യൂഷൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആസ് എ വ്യക്തി ബെറ്റർ ആവും, നമ്മളെ ക്യാരക്ടർ ബെറ്റർ ആവും. അങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്യാം. അപ്പം ഒരു പ്രശ്നം വരുമ്പോൾ ഓടി ഒളിക്കാതെ അതിനെ ഫേസ് ചെയ്യാം. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഏത് പാട്ടാ പാട്ടുണ്ട്? ഇന്നൊരു പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. മതി. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? വൈബായിട്ടിരിക്കും, പവറായിട്ടിരിക്കും, ഉഷാറായിട്ടിരിക്കും. വൈച്ചോണ്ട പിള്ളേർ കച്ചറ പരിപാടിക്കൊന്നും പോവില്ല. നമ്മള് 1% ലീഗാണ് കേട്ടാ. അതല്ലാത്തവർ അൺസബ്സ്ക്രൈബ് ചെയ്യുക, പീസ് അടിക്കുക. പീസ് അടിക്കുന്നതിന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ശ്രീധർ ബീസി എന്നാ പേര്. അപ്പൊ എല്ലാരും പോയി ബോൾ അടിക്കാം.